എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ IO എക്സാമിൻ്റെ സിലബസിൽ വരുന്ന എഞ്ചിനീയറിംഗ് മാത്സിലെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 മാർക്കാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കാതെ ഈ പറയുന്ന 8 മാർക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മൊഡ്യൂൾ 1 എന്തൊക്കെ ടോപ്പിക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ലീനിയർ ഓൾജിബ്രയിൽ വരുന്ന മെട്രിക്സ് ഓൾജിബ്ര ഉണ്ട്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഉണ്ട്, റോ എക്കലോൺ ഫോം ഉണ്ട്, റാങ്ക് ഓഫ് എ മെട്രിക്സ് ഉണ്ട്, അതേപോലെ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റം ഉണ്ട്, ഏഗൻ വാല്യൂസ് ഉണ്ട്, ഏഗൻ വെക്ടേഴ്സ് ഉണ്ട്. ആകെ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഈ പറയുന്ന 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെട്രിക്സ് ആണ്. എന്താണ് മെട്രിക്സ്? ഒരു മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? A matrix is a rectangular array of elements. അതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ അറേ ഓഫ് എലമെൻറ്റ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് A = എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്താണ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ പറയുന്ന മെട്രിക്സ് വെക്കുന്നത്. ഓരോ മെട്രിക്സിനും നമ്മൾ ഓരോ പേര് കൊടുക്കും. അതായത് A11, A12, A13. അപ്പോൾ ഈ പറയുന്ന മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് ആണ് A11, A12, A13 അപ് ടു എത്ര വരെയുണ്ട്? A1n വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്താണ് ഈ 1n എന്നും അതേപോലെ എന്താണ് ഈ പറയുന്ന അടിയിലത്തെ നമ്പർ എന്നും. ഓക്കെ, ഈ പറയുന്ന A11 എന്ന് വെച്ച് കഴിഞ്ഞാൽ Aij ആണ്. മനസ്സിലായ? Aij ആണ് ഈ പറയുന്ന A11. I എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയും J എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളവുമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ റോ എഴുതിയിട്ടുണ്ട്. ഈ ഒരു മെട്രിക്സിൽ നമ്മൾ എഴുതാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എഴുതുന്നത് റോയും അതേപോലെ വെർട്ടിക്കലായിട്ട് നമ്മൾ എഴുതുന്നത് എന്തുമാണ്? കോളവുമാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത റോയിൽ നമ്മൾ എഴുതാൻ നേരത്ത് നമ്മൾ പറഞ്ഞ് I റോയും J കോളവുമാണ്. അപ്പോൾ അടുത്ത റോ എന്ന് പറയുമ്പോൾ A സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അതേപോലെ A സെക്കൻഡ് റോ സെക്കൻഡ് കോളം, A സെക്കൻഡ് റോ തേർഡ് കോളം അപ് ടു A2n. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതേപോലെ A31, 41, 51 ഒക്കെ വരും. അപ്പോൾ നമുക്കിനി അടുത്ത ഏറ്റവും അവസാനത്തെ AM1 എന്ന് എഴുതാം. അതായത് mth റോയിലെ ഫസ്റ്റ് കോളം, അതേപോലെ mth റോയിലെ സെക്കൻഡ് കോളം, mth റോയിലെ തേർഡ് കോളം അപ് ടു എത്ര വരെ ഉണ്ട്? mth റോയിലെ n കോളം വരെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മെട്രിക്സിനെ ജനറലി നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ വരുന്ന ഒരു ടേമാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് m/n ആണ്. അപ്പോൾ ഈ ഒരു ക്രോസ് മാർക്ക് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിലെ ക്രോസ് മാർക്ക് അല്ല, ഇവിടെ നമ്മൾ ഈ ക്രോസ് മാർക്കിനെ ബൈ എന്നാണ് പറയുന്നത്. അതായത് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n എന്ന് പറയുമ്പോൾ m റോയും n കോളവും ആ ഒരു മെട്രിക്സിന് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം, ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യണത് റോസും കോളംസും വെച്ചിട്ടാണ്. ഓക്കെ, അതേപോലെ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണ്. m എന്ന് വെച്ചാൽ എന്താണ്? റോയും, n എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളവുമാണ്. അതേപോലെ ഈ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ A11, A12, A13 എന്നൊക്കെ. ഈ പറയുന്ന എലമെൻറ്റ്സ് ഒക്കെ എന്താവാം? ഈ പറയുന്ന എലമെൻറ്റ്സ് എല്ലാം റിയൽ നമ്പർ ആവാം, അതുപോലെ കോംപ്ലക്സ് നമ്പർ ആവാം, അതേപോലെ ഫങ്ഷൻസും ആവാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈൻ എക്സ്, കോസ് എക്സ് തുടങ്ങിയ ഫങ്ഷൻസൊക്കെ ഈ ഒരു മെട്രിക്സിൻ്റെ ടേംസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പോയിൻ്റാണ് മെട്രിക്സിൻ്റെ തന്നെ Aij. നമ്മൾ നേരത്തെ പറഞ്ഞു Aij എന്ന് പറയുമ്പോൾ ith റോയിലെ jth കോളം. എന്താണ്? ith റോയിലെ jth കോളമാണ് എന്ത്? Aij എന്ന് പറയുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു മെട്രിക്സ് ഇപ്പോൾ നമുക്കിവിടെ എഴുതാട്ടോ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. 1 2 3 4 5 6 7 8 9 10 11 12.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മെട്രിക്സ് എഴുതുമ്പോൾ എന്താണ് ഹൊറിസോണ്ടലായിട്ട് എഴുതണത് എന്താണ് റോയാണ്. ഇവിടെ നമുക്ക് എത്ര റോ ഉണ്ട്? 1 2 3 നമുക്ക് 3 റോ ഉണ്ട്. അപ്പോൾ m/n എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നത് എന്താണ്? റോയാണ്. n എന്ന് പറയുന്നത് എന്താണ്? കോളമാണ്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 റോ എന്ന് എഴുതും. അതേപോലെ ഇവിടെ നമുക്ക് എത്ര കോളം ഉണ്ട്? C1 C2 C3 C4 അങ്ങനെ 4 കോളം ഉണ്ടല്ലേ. അപ്പോൾ വെർട്ടിക്കലായിട്ട് നമ്മൾ എഴുതുന്നത് എന്താണ്? കോളമാണ്. n എന്ന് പറയുന്ന കോളം ഇവിടെ 4 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ 4 ഇവിടെ എഴുതാം. അതേപോലെ ഓരോ ടേംസിനെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു Aij എന്ന് പറയണത് ith റോയിലെ jth കോളമാണ് എന്ത്? Aij എന്ന് പറയണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2-3 ടേംസ് എഴുതാം. A11 A12 A31. അപ്പോൾ A11 എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. അത് എത്രയാണ്? 1 ആണ്. നമുക്ക് എഴുതാം. അതേപോലെ A12 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. അത് എത്രയാണ്? അത് 2 ആണ്. അപ്പോൾ നമുക്കതിവിടെ എഴുതാം. തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് അതായത് A31 എന്ന് പറയണത് 9 ആണ്. സോ ഇത്രയാണ് മെട്രിക്സിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡീറ്റെയിൽ. ഇനിയിപ്പോൾ നമുക്ക് മെട്രിക്സിൻ്റെ ടൈപ്സിലോട്ട് പോവാം. ടൈപ്സ് ഓഫ് എ മെട്രിക്സ്. ഒന്നാമത് നമ്മൾ പറയുന്ന മെട്രിക്സ് ആണ് എന്ത്? റോ മെട്രിക്സ്. റോ മെട്രിക്സിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? റോ മെട്രിക്സിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റോ വെക്റ്റർ. എന്താണ്? റോ വെക്റ്റർ എന്നാണ് നമ്മൾ റോ മെട്രിക്സിനെ പറയുന്ന വേറൊരു പേരട്ടാ. അപ്പോൾ ഈ ഒരു റോ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഓൺലി 1 റോ, ഒരൊറ്റ റോ ആണെങ്കിൽ ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? റോ മെട്രിക്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് എക്സാമ്പിൾ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഒറ്റ റോ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എഴുതണത് റോയാണ്. അപ്പോൾ നമുക്കൊരു ഒറ്റ റോയിൽ എഴുതാം 1 1 1. ഒറ്റ റോയുള്ള 3 കോളമുള്ള മെട്രിക്സ്. അപ്പോൾ ഇതെന്ത് മെട്രിക്സ് ആണ്? ഈ ഒരു മെട്രിക്സിനെ നമുക്ക് റോ മെട്രിക്സ് എന്ന് പറയാം. അടുത്ത ഒരു ടൈപ്പിലോട്ട് നമുക്ക് പോവാം. അടുത്ത ടൈപ്പ് മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. അപ്പോൾ നമുക്ക് കോളം മെട്രിക്സ് എന്താണെന്ന് നോക്കാം. കോളം മെട്രിക്സിൻ്റെ മറ്റൊരു പേരാണ് കോളം വെക്റ്റർ. എന്താണ്? കോളം വെക്റ്റർ. കോളം വെക്റ്റർ നേരെ നമ്മുടെ റോ മെട്രിക്സിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ റോ മെട്രിക്സിന് ഒരൊറ്റ റോയാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഒരു കോളം മെട്രിക്സിന് എന്താണ്? ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ ഒറ്റ റോ ആണെങ്കിൽ ഇവിടെ ഒറ്റ കോളമേ ഉള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? കോളം മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ കോളം മെട്രിക്സ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ കോളം മെട്രിക്സിന് സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എ മെട്രിക്സ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് നമ്മൾ എഴുതണം എന്താണ്? കോളമാണ്. അപ്പോൾ വെർട്ടിക്കലായിട്ട് ഒറ്റ കോളത്തിൽ എഴുതാം 1 2 3. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? 3 റോയും 1 കോളവുമുള്ള ഈ ഒരു മെട്രിക്സ് എന്ത് മെട്രിക്സ് ആണ്? കോളം മെട്രിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം. അടുത്ത ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ പറയുന്നത് ടൈപ്പ് 3 ആണ്. അതാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിൻ്റെ നമ്മൾ പറഞ്ഞു ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അതൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. അതായത് ഐ ഈക്വൽ ടു ജെ എന്നാണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയും? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. സ്ക്വയർ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എം ഈക്വൽ ടു എൻ ആയിരിക്കും. ഓക്കെ. എം ഈക്വൽ ടു എൻ ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമ്മൾ എന്താ പറയണത്? സ്ക്വയർ മെട്രിക്സ് എന്നാണ് ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ പറയണത്. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എ മെട്രിക്സ് ഈക്വൽ ടു 2 1 0 3. ഇതെന്താണ്? m/n. നമുക്കിവിടെ നോക്കിയാൽ കാണാം 2 റോയും ഉണ്ട് 2 കോളവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. ഓക്കെ. അപ്പോൾ ഈ ടൈപ്പ് മെട്രിക്സിന് നമ്മൾ എന്താ പറയണത്? സ്ക്വയർ മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ക്വയർ മെട്രിക്സിൻ്റെ ഒരു 3/3 ഫോം നമുക്ക് എഴുതാം. അപ്പോൾ എ മെട്രിക്സ് ഈക്വൽ ടു 1 0 1 1 1 1 1 2 5. ഈ പറയുന്ന ഒരു മെട്രിക്സ് എന്ത് മെട്രിക്സ് ആണ്? ഈ പറയുന്നൊരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് എം ഈക്വൽ ടു എൻ ആണ്. ഇവിടുത്തെ എമ്മും എന്നും എത്രയാണ്? 3 റോയും ഉണ്ട് 3 കോളവും ഉണ്ടല്ലേ. അപ്പോൾ എത്രയാണ്? 3 റോയും ഉണ്ട് 3 കോളവും ഉണ്ട്. അപ്പോൾ ഇത് എന്ത് മെട്രിക്സ് ആണ്? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ക്വയർ മെട്രിക്സിൽ വരുന്ന ഒരു ടേം ആണ് എന്ത്? ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഡയഗണലി ഉള്ള എലമെൻസ് ആണ് എന്ത്? ഡയഗണൽ എലമെൻസ്. ഈ ഡയഗണൽ എലമെൻസ് നമ്മുടെ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, സ്ക്വയർ മെട്രിക്സിന് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ബാക്കിയുള്ള മെട്രിക്സിന് നമ്മുടെ ഡയഗണൽ എലമെൻസ് ഉണ്ടാവില്ല. ഡയഗണൽ എലമെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മെട്രിക്സ് നമുക്ക് എഴുതാം A = 2 1 0 3 ആണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ എലമെൻസ് എന്താണ്? ഡയഗണൽ എലമെൻസ് ആയിട്ടുള്ള A11ഉം A22ഉം എത്രയാണ്? A11 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. A22 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. A മെട്രിക്സ് എന്ന് പറയണ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസ് ആണ് A11ഉം A22ഉം. അത് 2ഉം 3ഉം ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്കൊരു 3/3 മെട്രിക്സിൻ്റെ കാര്യം നോക്കാം. 3/3 മെട്രിക്സ് നമുക്ക് എടുക്കാൻ നേരത്ത് നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഡയഗണൽ എലമെൻസ് എത്രയാണ്? 3/3 മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസ് ആണ് A11ഉം A22ഉം A33ഉം. A11 എത്രയാണ്? A11 എന്ന് പറയുന്നത് 3 ആണ്. A22 എത്രയാണ്? 1 ആണ്. അതേപോലെ A33 എത്രയാണ്? 1 ആണ്. സോ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ഡയഗണൽ എലമെൻസ്. നമ്മുടെ ഡയഗണൽ എലമെൻസിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ കണ്ടീഷനാണ് Aij വേർ I = j ആയിരിക്കും. ഫോർ ഓൾ I and j. ഐയും ജെയും ഈക്വലായിട്ട് വരുന്ന എല്ലാ എലമെൻസും എന്താണ്? ഡയഗണൽ എലമെൻസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? ഒരു മെട്രിക്സ് എടുക്കുമ്പോൾ ഐയും ജെയും ഈക്വലായിട്ട് വരുന്ന എപ്പോഴൊക്കെയാണ്? 1 1 2 2 3 3 അല്ലേ? A11 A22 A33. ഇവിടെ എല്ലാം എന്താണ് ഈക്വൽ? I = j ആണല്ലേ? I = j ആകുമ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സിനെ എന്ത് പറയും? സ്ക്വയർ മെട്രിക്സ് എന്നും പറയും. അതേപോലെ ഈ ഒരു മെട്രിക്സിൻ്റെ ഈ ഡയഗണൽ എലമെൻസിനെ നമ്മൾ എന്ത് പറയും? ഡയഗണൽ എലമെൻസ് എന്ന് തന്നെ പറയും അല്ലേ? ഡയഗണൽ എലമെൻസിൽ ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ ഈ പറയുന്ന എലമെൻസ് ഡയഗണൽ എലമെൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോകാം. അതാണ് ട്രേസ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ട്രേസ് ഓഫ് എ മെട്രിക്സ്? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ A11 ഉണ്ടാവും, A12 ഉണ്ടാവും, A21 ഉണ്ടാവും, A22 ഉണ്ടാവും. നമ്മുടെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ് എന്ത്? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ട്രേസ് = സം ഓഫ് ദ ഡയഗണൽ എലമെൻസ്. അതായത് ട്രേസ് എന്ന് പറയുമ്പോൾ എന്താണ്? A11 + A22 + A33 + എക്സെട്ര അപ് ടു AN എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ട്രേസ് എന്ന് പറയുന്നത്? നമ്മുടെ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ എന്താണ്? സമ്മാണ് ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ 1 2 3 4 5 6 7 8 5. ഈ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസ് എന്താണ്? ഡയഗണൽ എലമെൻസ് എന്ന് പറയുന്നത് 1 5 5 ആണ്. അതായത് A11 ഉണ്ട്, A22 ഉണ്ട്, A33 ഉണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്ന് പറയുന്നത് I = j ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രേസ് എത്രയാണ്? ട്രേസ് എന്ന് പറയുന്നത് A11 + A22 + A33. അതായത് 1 + 5 + 5. അതായത് 11 ആണ് ഈ ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് നമുക്ക് മെട്രിക്സിൻ്റെ അടുത്ത ടൈപ്പിലോട്ട് പോവാം. അടുത്ത ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ്? ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0 ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ഡയഗണൽ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 0 0 0 2 0 0 0 3. ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3 റോയുണ്ട് 3 കോളം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെൻസും എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അതായത് ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെൻസും 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. A matrix is said to be diagonal matrix when A = A of ij. കണ്ടീഷൻ എന്താണ്? Aij = 0 ആയിരിക്കും അല്ലേ? ij = 0 എപ്പോഴാണ്? I not equal to j ആണെങ്കിൽ.
ഐ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ഐ ജെ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നുകൂടി മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞാൽ നമുക്കറിയാം A11 ഇവിടെ ഐയും ജെയും ഈക്വലാണ്. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഡയഗണൽ മെട്രിക്സ് ആവണമെന്നാണെങ്കിൽ ഐയും ജെയും ഈക്വൽ ആവണം. ഓക്കെ, ഐ ജെ ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഐയും ജെയും ഈക്വൽ ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്? ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്താണ്? 0 അല്ല. ഓക്കെ, A22 എന്താണ്? ഐ ഈക്വൽ ടു ജെ ആണ്. ഐ ഈക്വൽ ടു ജെ ആണെങ്കിൽ എന്താണ്? 0 അല്ല. A12 ഐയും ജെയും ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ എന്താണ്? അവിടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 0 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം സ്കേലാർ മെട്രിക്സ്. അടുത്ത നമ്മൾ ടൈപ്പ് നോക്കാൻ വേണ്ടി പോകുന്നത് സ്കേലാർ മെട്രിക്സ് ആണ്. സ്കേലാർ മെട്രിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ കോൺസ്റ്റൻറ്റ്. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒരേപോലത്തെ എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് എന്ത് പറയും? സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഡയഗണൽ എലമെൻറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമ്മൾ നോക്കാൻ നേരത്ത് എ എന്ന് പറയുന്നൊരു മെട്രിക്സിൻ്റെ അകത്ത് ഡയഗണൽ എലമെൻറ്റ്സ് നമ്മളൊരു 3/3 മെട്രിക്സാണ് എടുക്കാൻ പോകുന്നത്. 3/3 മെട്രിക്സിൻ്റെ അകത്ത് 1 0 0 നമുക്കിത് 10 ആക്കി എടുക്കാം. 0 10 0 0 0 10. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്നൊരു മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് സ്കേലാർ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു മെട്രിക്സിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ഐ ജെ ആണ്. എപ്പോഴാണ്? ഐ ജെ ഈക്വൽ ടു 0 ആവും. ഫോർ ഓൾ ഐ നോട്ട് ഈക്വൽ ടു ജെ. ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറയുമ്പോൾ എന്താണ്? A11 A22 A33. ഈ ടേം ഓർത്ത് വെക്കുക. A11 A22 A33. ഐ ജെ ഈക്വൽ ടു 0 ആവും. എപ്പോഴാണ്? ഐയും ജെയും ഈക്വൽ അല്ലാത്തപ്പോൾ. ഈക്വൽ അല്ലാത്ത എവിടെയാണ്? ഇവിടെ 12 വരും, 13 വരും, 23 വരും, 21 വരും, 31 വരും, 32 വരും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ഐ നോട്ട് ഈക്വൽ ടു ജെ ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? 0 വരും. ഐ ജെ ഈക്വൽ ടു എന്താണ്? സി വരും. എപ്പോഴാണ്? ഐ ഈക്വൽ ടു ജെ ആണെങ്കിൽ. അപ്പോൾ ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്താ പറയണത്? സ്കേലാർ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് മെട്രിക്സിലോട്ട് പോകാം. അടുത്ത ടൈപ്പ് മെട്രിക്സ് ആണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് നമ്മൾ പറയും. എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ വെച്ചിട്ടാണ്. എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ മെട്രിക്സ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവണമെന്നാണെങ്കിൽ 1 0 0 1 അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 1 ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ എന്ത് പറയും? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ റോയും കോളും 2 റോയും ഉണ്ട്, 2 കോളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് സിംപ്ലി I2 എന്ന് പറഞ്ഞ് തരാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് 2/2 ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിന് പകരം നമുക്ക് I3 എന്ന് വെറുതെ തന്നിട്ടുണ്ടെന്നാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് 3 റോയും 3 കോളവുമുള്ള ഒരു 3/3 മെട്രിക്സ് എന്നാണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കണ്ടീഷനിലോട്ട് പോവാം. ഈ പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു എ ഓഫ് ഐ ജെ ഈക്വൽ ടു 0 ആവണമെങ്കിൽ എപ്പോഴാണ്? ഐ നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കണം. അതായത് 1 1 2 2 3 3 ഇവിടെയൊക്കെ ഐ ഈക്വൽ ടു ജെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ എന്താണ്? 0 ആവില്ല. ഐ ഈക്വൽ ടു ജെ ആവാത്തത് എവിടെയാണ്? 2 1 2 3 1 3 1 2 ഇവിടെയൊക്കെ എന്തായിരിക്കും? ഇവിടെയൊക്കെ 0 ആയിരിക്കും. ഐ ഈക്വൽ ടു എ ഓഫ് ഐ ജെ ഈക്വൽ ടു 1 ആയിരിക്കും. എവിടെ ആയിരിക്കും? ഐ ഈക്വൽ ടു ജെ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. A11 A22 A33 A12 A13 A23 A32 A21 A31 ഇവിടെയൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എ ഓഫ് ഐ ജെ ഈക്വൽ ടു 1 ആവണം. എവിടെയാണ്? ഐ ഈക്വൽ ടു ജെ. ഐ ഈക്വൽ ടു ജെ എവിടെയാണ്? ഐ ഈക്വൽ ടു ജെ ആവുന്നത് നമ്മുടെ A11 2 2 അതേപോലെ A33 ഇവിടെയൊക്കെയാണ് എന്ത്?
ഐ ഈക്വൽ ടു ജെ ആവുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും? ഇവിടെയൊക്കെ 1 ആയിരിക്കും. ബാക്കിയുള്ള സ്ഥലത്തും എന്തായിരിക്കും? ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണെങ്കിൽ ആ പറയുന്നൊരു മെട്രിക്സിനെ പറയുന്ന പേരെന്താണ്? ആ പറയുന്നൊരു മെട്രിക്സാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മെട്രിക്സിലോട്ട് പോവാം. അടുത്ത മെട്രിക്സാണ് നൾ മെട്രിക്സ്. നൾ മെട്രിക്സ് എന്നാണ് നമ്മൾ അടുത്ത മെട്രിക്സിനെ പറയാൻ പോകുന്നത്. ഈ നൾ മെട്രിക്സിൻ്റെ വേറൊരു പേരാണ് സീറോ മെട്രിക്സ്. സീറോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താണ്? ഒരു മെട്രിക്സ് 0 ആവണമെന്നാണെങ്കിൽ അതിൻ്റെ ഓൾ എലമെൻസും എന്താണ്? ഓൾ എലമെൻസും 0 ആണെങ്കിൽ നമ്മൾ ആ ഒരു മെട്രിക്സിന് എന്ത് പറയും? സീറോ മെട്രിക്സ് എന്ന് പറയും. ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Aij ഈക്വൽ ടു 0 ഫോർ ഓൾ i ആൻഡ് j. i ആൻഡ് jക്ക് എന്ത് വാല്യൂ നമ്മൾ കൊടുത്താലും എല്ലാ എലമെൻസും 0 ആണ്. ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ A മെട്രിക്സ് ഈക്വൽ ടു A11 A12 A21 A22. ഇവിടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഐക്കും ജെയ്ക്കും എന്ത് കൊടുത്താൽ 0 ആവും? ഐക്കും ജെയ്ക്കും എന്ത് വാല്യൂ കൊടുത്താലും 0 ആവില്ലേ? അപ്പോൾ പിന്നെ നമുക്കിവിടെ നോക്കാം 0 0 0 0 ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം? നൾ മെട്രിക്സ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് മെട്രിക്സിലോട്ട് പോവാം. അടുത്ത ടൈപ്പ് മെട്രിക്സാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, എന്താണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ എലമെൻറ്റ്സ് ബിലോ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. എന്താണ്? ഓൾ ദ എലമെൻറ്റ്സ് ബിലോ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. അതായത് നമുക്കറിയാം ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ A11 A22 A33. ഇതിൻ്റെ അടിയിലുള്ള A21 A31 A32 ഈ പറയുന്ന ടേംസൊക്കെ 0 ആണെങ്കിൽ നമ്മൾ ആ പറയുന്ന ഒരു മെട്രിക്സിനെ എന്ത് വിളിക്കും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഓർക്കാനായിട്ട് എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മെട്രിക്സിൻ്റെ ഇവിടെ ഒരു ട്രയാങ്കിൾ വരും അല്ലേ? ബാക്കിയുള്ള ടേംസ് വന്നു കഴിയുമ്പോൾ അവിടെയൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സ് ഉള്ള സ്ഥലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൽ അപ്പറിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ, ബാക്കി ഡയഗണലിൻ്റെ അടിയിലുള്ളത് 0 ആണ്. ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സിൻ്റെ കണ്ടീഷൻ നോക്കാം. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A of ij ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോഴാണ് 0 ആവണേ? വെൻ i ജെയിനേക്കാൾ വലുതായിരിക്കുമ്പോൾ. വെൻ i ഗ്രേറ്റർ ദാൻ ജെ ആണെങ്കിൽ നമ്മൾ ആ ഒരു മെട്രിക്സിനെ എന്ത് പറയും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഫോർ ഓൾ i ആൻഡ് j. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മെട്രിക്സിൽ A11 ഉണ്ട്, A12 ഉണ്ട്, A13 ഉണ്ട്, A21 ഉണ്ട്, 22 ഉണ്ട്, 23 ഉണ്ട്, A33 ഉണ്ട്, A32 ഉണ്ട്, A31 ഉണ്ട്. ഈ പറയുന്ന ഡയഗണലിൻ്റെ അടിയിലുള്ള എലമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഈ പറയുന്ന അടിയിലെ എലമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ എന്ന് പറയുന്ന വാല്യൂ എന്താണെങ്കിലും ജെയിനേക്കാളും വലുതാണ് അല്ലേ? അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഐനേക്കാളും ചെറുതാണ് ജെ എങ്കിൽ ആ എലമെൻറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നാണ് ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം. അടുത്ത ടൈപ്പാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ലോവർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പറിൽ അപ്പ് മാത്രമേ ഉള്ളെങ്കിൽ ലോവറിൽ ലോവർ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഡയഗണലിൻ്റെ അതായത് A11 A22 A33 ഇവിടെയുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? ഇവിടെയുള്ള എലമെൻറ്റ്സ് 0 ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് എന്ത് പറയും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പിൽ മാത്രമേ നമ്പർ ഉള്ളൂ, ലോവറിൽ മാത്രമേ നമ്പർ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന മെട്രിക്സിന് എന്ത് പറയും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ A മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 2 0 5 1 5 2. ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ എന്താണ്? ലോവർ ട്രയാങ്കുലർ ആണല്ലേ? കാരണം നമ്മുടെ ഡയഗണലിൻ്റെ ലോവറിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ, ഡയഗണലിൻ്റെ അപ്പറിൽ എലമെൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നാണ് ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ പറയുന്നത്. ഈ ഒരു മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Aij ഈക്വൽ ടു A ഈക്വൽ ടു 0. കോളത്തിൻ്റെ വാല്യൂ
റോനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് എന്ത് പറയും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ A11 ഉണ്ട്, A12 ഉണ്ട്, A13 ഉണ്ട്, A21 ഉണ്ട്, A22 ഉണ്ട്, A23 ഉണ്ട്, A31 ഉണ്ട്, A32 ഉണ്ട്, A33 ഉണ്ട്. കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണ്? ലോവർ എന്ന് പറയുമ്പോൾ ലോവറിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ, നമ്മുടെ അപ്പറിൽ എലമെൻറ്റ്സ് ഇല്ല. കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണ്? ഇവിടെ എല്ലാം എടുക്കുകയാണെങ്കിൽ 1 2 1 3 2 3. ഇവിടെയൊക്കെ എന്താണ്? ഐയും ജെയും എടുക്കുകയാണെങ്കിൽ ജെ വാല്യൂ വലുതാണ്. ജെ വാല്യൂ വലുതാണെങ്കിൽ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണ്? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് പോവാം. അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കോൺസെപ്റ്റാണ് ഈക്വൽ മെട്രിക്സ്. ഒരു മെട്രിക്സ് ഈക്വൽ ആവണമെന്നാണെങ്കിൽ ഒരു 2 കണ്ടീഷൻ ഈ ഒരു മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 മെട്രിക്സിൻ്റെയും ബോത്ത് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. എന്താണ്? 2 മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. അതേപോലെ അടുത്ത കണ്ടീഷൻ എന്താണ്? കറസ്പോണ്ടിങ് എലമെൻസും എന്താണ്? കറസ്പോണ്ടിങ് എലമെൻസും ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ഈക്വൽ മെട്രിക്സ് എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ മെട്രിക്സിലും, ഇപ്പോൾ നമുക്കൊരു മെട്രിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എ മെട്രിക്സ് എന്ന് പറയണത് A11 A12 A21 A22 ആണ്. അതേപോലെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ബി മെട്രിക്സ് ഈക്വൽ ടു B11 B12 B21 B22. ഇതെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റോ എന്താണ്? കോളം എന്താണ്? 2/2 ആണ്. അതേപോലെ 2/2 ആണ്. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് രണ്ടിൻ്റെ ഓർഡർ എന്താണ്? സെയിം ആണ്. അതേപോലെ മെട്രിക്സ് ഈക്വൽ ആവണമെന്നാണെങ്കിൽ എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? അതിൻ്റെ എലമെൻസും ഈക്വൽ ആയിരിക്കും. അതായത് A11 എന്ന് പറയണത് B11 ആയിരിക്കും. അതേപോലെ A12 എന്ന് പറയണത് എന്താണ്? B12 ആയിരിക്കും. A21 എന്തായിരിക്കും? B21 ആണ്. A22 എന്താണ്? B22 ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് മെട്രിക്സിന് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഈക്വൽ മെട്രിക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നോക്കാം. ഇഫ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ മെട്രിക്സ് എന്ന് പറയണത് 1 2 3 4 ആണ്. അതേപോലെ ബി മെട്രിക്സ് എന്ന് പറയണത് ബി സി എ ഡി ആണ്. അപ്പോൾ ഈ 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എൻ്റെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ സെയിം ആണ്. അതേപോലെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്ത്? എയും ബിയും ഈക്വൽ ആണ്. അപ്പോൾ പിന്നെ എയുടെ വാല്യൂ എന്താണ്? എ ഈക്വൽ ടു 3 ആണ്, ബി ഈക്വൽ ടു 1 ആണ്, സി ഈക്വൽ ടു 2 ആണ്, ഡി ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈക്വൽ മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകെ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. നമ്മൾ പഠിക്കുന്നത് എന്താണ്? മെട്രിക്സ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഒരു മെട്രിക്സ്? ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ അറേ ഓഫ് എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു മെട്രിക്സ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ അകത്ത് നമ്മൾ ഹൊറിസോണ്ടലി എഴുതണത് എന്താണ്? റോയും വെർട്ടിക്കലി എഴുതണത് എന്താണ്? കോളം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ m റോസും n കോളംസും ഉണ്ട്. ഓക്കെ, ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളത് മൊത്തം m റോസും n കോളംസും ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? m/n ആണെന്ന് പറയാൻ പറ്റും. അടുത്ത നമ്മൾ നോക്കിയത് എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓർഡർ ഓഫ് എ മെട്രിക്സ് m/n എന്നാണ് നമ്മൾ പറയുന്നത്. m ഇൻറ്റു n എന്നല്ല, m/n എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ഇതിൻ്റെ എലമെൻറ്റ്സ് എന്താവാം? റിയൽ നമ്പേഴ്സ് ആവാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം, അതേപോലെ ഫങ്ഷൻസ് ആവാം. ഫങ്ഷൻസ് എന്ന് പറയുന്നത് സൈൻ എക്സ്, കോസ് എക്സ് തുടങ്ങിയ ഫങ്ഷൻസൊക്കെയാണ് പൊതുവേ ഇതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ ഒരു മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് a ഈക്വൽ ടു a ഓഫ് ij എന്നാണ്. i എന്ന് പറയുന്നത് റോയും j എന്ന് പറയുന്നത് എന്താണ്? കോളവുമാണ്. ij എന്ന് പറയുന്നത് ith റോയിലെ jth കോളം എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് നോക്കാം. ഇവിടെ എത്ര റോ ഉണ്ട്? ഇവിടെ നമുക്ക് 1 2 3 റോ ഉണ്ട്. അപ്പോൾ ഓർഡർ എന്താണ്? m/n ആണ്. m എന്താണ്? റോയാണ്. റോ ഇവിടെ എത്രയുണ്ട്? 3 ഉണ്ട്. കോളം എത്രയുണ്ട്? C1 C2 C3 C4. അപ്പോൾ ഇവിടെ n എന്താണ്? കോളമാണ്. കോളം എത്രയുണ്ട്? 4 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ m/n എത്രയാണ്? 3/4 ആണ്. അതായത് 3 റോയും 4 കോളമുള്ളൊരു മെട്രിക്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടേംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് A22 എടുക്കാം. A22 എന്താണ്? സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എത്രയാണ്? 6 ആണ്. അതേപോലെ A34 നമ്മൾ എടുക്കുകയാണെങ്കിൽ തേർഡ് റോയിലെ ഫോർത്ത് കോളം. തേർഡ് റോ എന്ന് പറയുമ്പോൾ നമ്മുടെ അവസാനത്തെ റോയാണ്. ഫോർത്ത് കോളം -1 ആണ്. അപ്പം നമുക്ക് -1 കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. അടുത്ത നമ്മൾ നോക്കിയത് ടൈപ്പ് ഓഫ് എ മെട്രിക്സ് ആണ്. മെട്രിക്സിൻ്റെ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? റോ വെക്ടർ എന്നാണ് അല്ലേ. റോ വെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരൊറ്റ സിംഗിൾ റോ ആണ് ഈ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? റോ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഹൊറിസോണ്ടലായിട്ട് ഒരൊറ്റ റോ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഒറ്റ റോയും 3 കോളോ ഉള്ള ഒരു മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്താ പറയണേ? റോ മെട്രിക്സ് എന്നാണ് പറയുന്നത്. അടുത്ത നമ്മൾ എടുക്കുകയാണെങ്കിൽ വരുന്നത് കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സിൻ്റെ മറ്റൊരു പേരെന്താണ്? കോളം വെക്ടർ എന്നാണ്. അപ്പോൾ ഒരൊറ്റ കോളമാണ് ഒരു മെട്രിക്സിന് ഉള്ളതെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? കോളം മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ എന്ന് പറയുന്ന ഒരു 2/1 മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ സിംഗിൾ കോളമാണ് അല്ലേ. വെർട്ടിക്കലാണ് കോളം ഉള്ളത്. അപ്പോൾ നമുക്ക് 1 2 ഇവിടെ എന്താണ്? 2 റോയും ഉണ്ട്, ഒരു കോളം ഉണ്ട് അല്ലേ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 റോ ഉണ്ട്, പക്ഷേ ഒരു ഒറ്റ കോളമേ ഉള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? കോളം മെട്രിക്സ് എന്ന് പറയും. അടുത്ത നമ്മൾ പഠിച്ചത് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. അതായത് m=n ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും അല്ലേ. ഇവിടെ ഒരു മെട്രിക്സ് നമ്മൾ A എടുത്തിട്ടുണ്ട് 1 2 0 3. അതിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. B എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 1 0 1 1 1 1 1 2 3. ഇവിടെ എന്താണ്? m=n ആണ്. അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും m=n ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. പിന്നെ നമ്മൾ നോക്കിയത് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഈ പറയുന്ന ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. കാരണം ഡയഗണൽ എലമെൻറ്റ്സ് ആണ് A11 A22 അപ് ടു AN. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ട മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? ആദ്യം നമ്മൾ നോക്കിയ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് 2ഉം 3ഉം. അതേപോലെ B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് എന്ത്? 1ഉം 1ഉം 3ഉം. 1ഉം 1ഉം 3ഉം. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ് ഡിനോട്ട് ചെയ്യണത്? A11 A22 A33 അപ് ടു ANN ഓർ AMM എന്നും നമുക്ക് പറയാം. ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ കണ്ടീഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. AIJ ആണ്. ഐയും ജെയും ഈക്വലായിട്ട് വരുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും അല്ലേ. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ A11ഉം A22ഉം A33 ഒക്കെയാണ്. ഇവിടെ ഐയും ജെയും ഈക്വൽ ആയതുകൊണ്ട് ഈ ടൈപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് പറയും? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൻ്റെ അകത്തൊരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 8 8. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? I=J ആയിരിക്കണം. അപ്പോൾ I=J ആവുന്നത് എവിടെയാണ്? A11 A22 A33 2 8 8. ഓക്കെ, ഈ പറയുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ എന്ത്? മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് ട്രേസ് ഓഫ് എ മെട്രിക്സ് ആണ്. ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ A11 A22 A33 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മാണ് എന്ത്? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഈ പറയുന്ന ട്രേസ് കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മായിട്ടുള്ള ട്രേസ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നൊരു 3/3 മെട്രിക്സ് ആണ്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 1 5 9 ആണ്. അതിൻ്റെ ട്രേസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മായിട്ടുള്ള A11 A22 A33 അതായത് 1 5 9 ഈക്വൽ ടു 15 എന്ന് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ട്രേസ് കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ഡയഗണൽ അല്ലാത്ത എലമെൻറ്റ്സ് ഒക്കെ 0 ആണെങ്കിൽ ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, A ഈസ് സെറ്റ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് വെൻ A ഓഫ് IJ. കണ്ടീഷൻ എന്താണ്? A ഓഫ് IJ ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോഴായിരിക്കും A ഓഫ് IJ ഈക്വൽ ടു 0 ആവുന്നത്? എപ്പോഴായിരിക്കും? I നോട്ട് ഈക്വൽ ടു J. I ഈക്വൽ ടു Jയിൽ എന്താണ്? എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, IJ ഈക്വൽ ടു 0 ആവുന്നത് എപ്പോഴാണ്? ഐയും ജെയും ഈക്വൽ അല്ലാത്തപ്പോൾ. ഈക്വൽ ആവുന്ന കണ്ടീഷൻ A11 A22 A33.
ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഐയും ജെയും ഈക്വൽ ആയതുകൊണ്ട് എന്താണ്? 0 ആവില്ല. ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ എന്തായിരിക്കും? എ ഓഫ് ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ 0 ആവില്ല. പക്ഷേ എ ഓഫ് ഐ ജെയും നോട്ട് ഈക്വൽ ആകുമ്പോൾ അവിടെ 0 ആയിരിക്കും. നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് നമ്മൾ നോക്കിയത് സ്കേലാർ മെട്രിക്സ് ആണ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. അവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇവിടെ നമ്മൾ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 2 ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 3 ആണ്. ഇവിടുത്തെ റോസ് എന്താണ്? ഹൊറിസോണ്ടലായിട്ടുള്ള റോസും വെർട്ടിക്കലായിട്ടുള്ളത് കോളംസും ആണ്. അപ്പോൾ ഈ മെട്രിക്സിന് എന്തെന്ന് പറയാൻ പറ്റും? സ്കേലാർ മെട്രിക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സ്കേലാർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? സ്കേലാർ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കണ്ടീഷൻ എന്താണ്? എ ഓഫ് ഐ ജെ ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോഴാണ് 0 ആവണത്? ഐയും ജെയും ഈക്വൽ അല്ലാത്തപ്പോൾ. നമുക്ക് നോക്കിയാൽ കാണും 1 1 ആണ്, A 2 2 ആണ്, A 3 3 ആണ്. ബാക്കി എല്ലായിടത്തും ഐയും ജെയും ഈക്വൽ അല്ലല്ലേ? ഈക്വൽ അല്ലാത്തതുകൊണ്ട് അവിടെ എന്താവും? അവിടെ 0 ആവും. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. അടുത്ത് നമ്മൾ നോക്കിയത് യൂണിറ്റ് മെട്രിക്സ് ആണ്. അതിൻ്റെ വേറൊരു പേരെന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നാണ്. ഡിനോട്ട് ചെയ്യണത് ഐ വെച്ചിട്ടാണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? എ ഓഫ് ഐ ജെ ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോഴായിരിക്കും? നമുക്കറിയാം ഐയും ജെയും ഈക്വൽ ആവുന്നത് A 1 1 ഉം A 2 2 ആണ്. അവിടെയൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ? അവിടെയൊക്കെ യൂണിറ്റ് മെട്രിക്സ് ആയതുകൊണ്ട് യൂണിറ്റ് ഉണ്ടാവും. ബാക്കി എല്ലാ വശത്തും ഐയും ജെയും ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? അവിടെ എല്ലാം 0 ആയിരിക്കും. ആ 0 ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മെട്രിക്സ്, അതായത് നമ്മുടെ യൂണിറ്റ് മെട്രിക്സ് ഒരു സ്കേലാർ മെട്രിക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ സിംപ്ലി നമുക്ക് വെറുതെ ഒരു I2 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് 2/2 ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സും, അതേപോലെ I3 എന്നാണ് നമുക്ക് വെറുതെ തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് 3 റോസും 3 കോളംസും ഉള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കിയത് നൾ മെട്രിക്സ് ആണ്. നൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 0 മെട്രിക്സ് എന്നാണ് വേറെ പേര് പോലെ തന്നെ എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കിയത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ദ എലമെൻറ്റ്സ് ബിലോ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. അപ്പർ ട്രയാങ്കുലറിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? നമ്മൾ പറഞ്ഞതാണ് അപ്പറിൻ്റെ പൊക്കത്ത് മാത്രമേ ആൾക്കാരുള്ളൂ, താഴെ ആൾക്കാരില്ല. താഴെ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? നമുക്ക് ഈ ഒരു ഹൈലൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇവിടുത്തെ അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ അപ്പറിൽ മാത്രമേ ആൾക്കാരുള്ളൂ, താഴെ ആൾക്കാരില്ല. അപ്പോൾ ഇവിടുത്തെ ഐയും ജെയും ഉണ്ടല്ലേ? ഐയും ജെയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐ ജെനേക്കാൾ വലുതാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം 2 1 3 1 3 2, ഇവിടെയെല്ലാം നമ്മുടെ ഐ വാല്യൂ ജെയിനേക്കാളും വലുതാണല്ലേ? അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവിടെ എന്താണ്? ഈ പറയുന്ന ടേംസിലൊക്കെ വാല്യൂസ് 0 ആയിരിക്കും. അപ്പോൾ ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. പിന്നെ നമ്മൾ നോക്കിയത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ലോവർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്? ലോവറിൽ മാത്രമേ ആൾക്കാരുള്ളൂ, അപ്പറിൽ ആൾക്കാരില്ല, അത്രയേ ഉള്ളൂ. നേരത്തെ അവിടെ പറഞ്ഞ അതേ കാര്യം. ഓക്കെ, നമ്മുടെ ഡയഗണലിൻ്റെ ഇത് നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഈ ഡയഗണലിൻ്റെ പൊക്കത്ത് ആൾക്കാരില്ല. ലോവർ എന്ന് പറയുമ്പോൾ ലോവറിലെ ആൾക്കാരുള്ളൂ, പൊക്കത്ത് ആൾക്കാരില്ല. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. ഇവിടുത്തെ ഐയും ജെയും നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? 1 1 1 2 1 3 2 3. ഇവിടെ എല്ലാം ജെ വാല്യൂ വലുതാണല്ലേ? ജെ വാല്യൂ വലുതാണെങ്കിൽ എ ഓഫ് ഐ ജെ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്? പിന്നെ നമ്മൾ നോക്കിയതാണ് ഈക്വൽ മെട്രിക്സ്. ഈ ഒരു മെട്രിക്സ് എയും ബിയും ഈക്വൽ ആവണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ രണ്ടിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. എന്താണ്? മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതേപോലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം. എങ്കിൽ ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ എന്തെന്ന് പറയും? ആ ടൈപ്പ് മെട്രിക്സിനെ നമ്മൾ ഈക്വൽ മെട്രിക്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തിട്ടുണ്ട്. കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്, 2/2 ആണ്. കണ്ടീഷൻ 1 ഓക്കെ ആണ്. കണ്ടീഷൻ 1 ഓക്കെ ആണെങ്കിൽ എന്താണ്? ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എലമെൻറ്റ്സ് ഈക്വൽ ആണ്. അതായത് A11 ഈക്വൽ ടു B11 ആണ്, A12 ഈക്വൽ ടു B12 ആണ്, അതേപോലെ A21 ഈക്വൽ ടു B21 ആണ്, A22 ഈക്വൽ ടു B22 ആണ്. അതായത് A എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എമ്മും ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്നും സി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഒയും ഡി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ പിയുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമോ ഡൗട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
കമൻറ്റ് ചെയ്ത് ചോദിക്കാട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഈ നോട്ട്സിൻ്റെ ലിങ്കോ വേണമെന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.